ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയ സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, ചട്ടമ്പി സ്വാമികൾ സമുദായോദ്ധാരണപരമായ പ്രവർത്തനങ്ങളിൽ ശ്രീനാരായണ ഗുരുദേവനോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിരുന്ന മഹാനായിരുന്നു. വിശേഷിച്ചും താൻ ജനിച്ച സമുദായത്തെ അജ്ഞതയിൽ നിന്നും അതുപോലെ നമ്പൂതിരിമാരിൽ നിന്നും അനുഭവിച്ചിരുന്ന ചൂഷണത്തിൽ നിന്നും മോചിപ്പിക്കാൻ അദ്ദേഹം കഠിന പരിശ്രമം നടത്തിയിരുന്നു എന്ന് കാണാവുന്നതാണ്. നരവംശശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തി പരിശോധിച്ചാൽ കേരളത്തിലെ നമ്പൂതിരിമാർ ബ്രാഹ്മണരോ രാജാക്കന്മാർ ക്ഷത്രിയരോ നായന്മാർ ശൂദ്രന്മാരോ അല്ല എന്ന് മനസ്സിലാവുന്നതാണ്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിപ്രകാരമുള്ള ചാതുർവർണ്ണ്യം ആര്യന്മാരുടെ ഇടയിൽ നിലവിലുണ്ടായിരുന്നതാണ്. അതെങ്ങനെ ഉണ്ടായി എന്നതിനെപ്പറ്റി ഗീതയിൽ പറയുന്നത് ഗുണകർമ്മ വിഭാഗശ, അതായത് മനുഷ്യൻ്റെ സ്വഭാവവും പ്രവൃത്തിയും അനുസരിച്ച് ഉണ്ടായ വിഭജനമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നീടത് പാരമ്പര്യമായി മാറിയതായും കാണാം. ക്ഷത്രിയൻ്റെ കർമ്മം ചെയ്ത് ജീവിക്കുന്ന ദ്രോണരെ ദുര്യോധനൻ ദ്വിജോത്തമ, ബ്രാഹ്മണശ്രേഷ്ഠ എന്ന് വിളിക്കുന്നതായി ഭഗവത്ഗീതയിൽ പറയുന്നു. അതുകൊണ്ട് മഹാഭാരത കാലത്ത് തന്നെ ചാതുർവർണ്ണ്യം ജാതി വ്യവസ്ഥ പോലെ പാരമ്പര്യ രീതിയിൽ ആയി മാറിയിരുന്നു എന്ന് കാണാവുന്നതാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും മറ്റുമുള്ള ജനങ്ങൾ ആര്യന്മാരുടെ വംശപരമ്പരയിൽപ്പെട്ടവരല്ല. അവരൊക്കെ ദ്രാവിഡ വംശത്തിൻ്റെ പരമ്പരയിൽ ജനിച്ചവരാണ്. അവരുടെ ഇടയിൽ തൊഴിൽപരമായ വർഗീകരണത്തിൽ നിന്നും ജാതി സമ്പ്രദായം ഉണ്ടായിരുന്നതല്ലാതെ ചാതുർവർണ്ണ്യം ഇല്ലായിരുന്നു. ആര്യന്മാരുമായുള്ള സമ്പർക്കത്തിൽ അവരുടെ കൃതികളായ വേദങ്ങൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ മുതലായവയുടെ പ്രചാരം ദക്ഷിണ ഭാരതത്തിൽ പ്രചരിക്കുകയും ചെയ്ത അവസരത്തിൽ ആര്യന്മാരെ അനുകരിച്ചുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന നമ്പൂതിരി ജാതി ആര്യന്മാരുടെ വേദങ്ങളും മറ്റും പഠിച്ച് വൈദിക കർമ്മങ്ങളും മറ്റും ചെയ്ത് സ്വയം ബ്രാഹ്മണരായി പ്രഖ്യാപിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. അതുപോലെ അന്നത്തെ നാട്ടുരാജാക്കന്മാരെ ക്ഷത്രിയന്മാരും ആക്കിയതാവാം. ചാതുർവർണ്ണ്യത്തിൽ വൈശ്യൻ എന്ന ഒരു വിഭാഗത്തെ കേരളത്തിലെങ്ങും കാണാനില്ല എന്നതും ശ്രദ്ധേയമാണ്. ബ്രാഹ്മണരും ക്ഷത്രിയരും ഉണ്ടാകുമ്പോൾ വൈശ്യരുണ്ടായില്ലെങ്കിലും ശൂദ്രന്മാരുണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ചാതുർവർണ്ണ്യത്തിൽ ബ്രാഹ്മണർക്ക് സേവനകർമ്മങ്ങളാണ് ശൂദ്രന്മാർക്ക് പറഞ്ഞിരിക്കുന്നത്. രാജാവിന് പട്ടാളവും പോലീസും വേണം. പുരോഹിതന്മാർക്ക് അവരുടെ കർമ്മങ്ങളിൽ സഹായിക്കാനും ആളുകൾ വേണം. അങ്ങനെയുള്ളവരെ ശൂദ്രവിഭാഗമായി സങ്കല്പിക്കുകയും ചെയ്തു. അങ്ങനെ അമ്പലവാസികൾ എന്നറിയപ്പെടുന്ന മാരാര്, വാര്യര് മുതലായവരും നായന്മാരും ശൂദ്രന്മാരായി. ബ്രാഹ്മണരും ക്ഷത്രിയരും അവരുടെ സേവ ചെയ്ത് ജീവിക്കുന്ന ശൂദ്രരും കേരളത്തിൽ സവർണരാണ്. മറ്റുള്ളവർ അവർണരും. അവർണ വിഭാഗത്തിൽപ്പെട്ട ജാതികൾ തമ്മിൽ ഉള്ള തീണ്ടലും മൈത്തവും ഒന്നും സവർണജാതിയിൽ തമ്മിലില്ല. അതായത് നമ്പൂതിരി നായരുടെ വീട്ടിൽ പ്രവേശിച്ചാലും നായരെ തൊട്ടാലും അശുദ്ധിയും ഭ്രഷ്ടും ഒന്നും സംഭവിക്കുകയില്ല. ജാതിയിൽ പരമശ്രേഷ്ഠനായ നമ്പൂതിരി ഒരു നായരുടെ ഭവനത്തിൽ വരുന്നതും അവിടെ സംബന്ധം സ്ഥാപിക്കുന്നതും ഒരു മേന്മയായിട്ട് നായന്മാരും കരുതുന്നു. ഇങ്ങനെയാണ് കേരളത്തിൽ നമ്പൂതിരിമാരുടെ സംബന്ധം നായർ കുടുംബങ്ങളിൽ ഒരു സാധാരണ കാര്യം പോലെ നടപ്പിലായി വന്നത്. ഈ സംബന്ധത്തെ വിവാഹബന്ധമായി നമ്പൂതിരി അംഗീകരിക്കുകയില്ല. സംബന്ധമുണ്ടായ നായർ തരുണിക്കോ അവൾ പെറ്റ് ഉണ്ടാകുന്ന സന്തതിക്കോ ചെലവിന് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമ്പൂതിരിക്കില്ല. ജനിച്ച കുട്ടിക്ക് അയാളെ അച്ഛനെന്ന് വിളിക്കാനുള്ള അവകാശം പോലുമില്ല. അയാൾ ചത്താൽ പുല ആചരിക്കുകയോ ബലികർമ്മങ്ങൾ നടത്തുകയോ വേണ്ട എന്ന ഒരു
ഒഴിവും അങ്ങനെ ഉണ്ടായ സന്തതിക്കുണ്ട്. ഈ സമ്പ്രദായം സംബന്ധമല്ല, അസംബന്ധമാണ്, വഞ്ചനയാണ്, നായർ സമുദായത്തിന് അപമാനമാണ് എന്ന് ചട്ടമ്പിസ്വാമി പ്രഖ്യാപിച്ചു. ഇത് നിർത്തലാക്കാൻ പരിശ്രമിക്കുകയും ചെയ്തു. ഉപദേശിച്ചാൽ മനസ്സിലാകാത്തവരെ ഭത്സിച്ചും അദ്ദേഹം താൻ ജനിച്ച സമുദായത്തിൻ്റെ ഈ കളങ്കം അവസാനിപ്പിച്ചു. ചട്ടമ്പിസ്വാമികൾ ഒരു സാധാരണ സന്യാസി ആയിരുന്നില്ല. അദ്ദേഹം സിദ്ധികളുള്ള ഒരു ദിവ്യാത്മാവായിരുന്നു. ഇത് സൂചിപ്പിക്കുന്ന 1-2 കഥകൾ കൂടി പറയാം. ഒരിക്കൽ ചട്ടമ്പിസ്വാമിയും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തും ഭക്തനുമായ ഒരു മജിസ്ട്രേറ്റും കൂടി സായം സവാരിക്കായി റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഒരു കാളയെ മാത്രം കെട്ടിയ ഒരു കാളവണ്ടി അതിലെ വന്നു. സ്വാമിയെ കണ്ട മാത്രയിൽ ആ വണ്ടിക്കാള സ്വാമിയുടെ സമീപത്തായി വന്നു നിന്നു. വണ്ടിക്കാരൻ കാളയെ തല്ലാൻ ശ്രമിച്ചെങ്കിലും അയാളുടെ കൈ ചലിച്ചില്ല. കാളയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നു. സ്വാമികൾ അതിൻ്റെ മുഖത്ത് തലോടിക്കൊണ്ട് പറഞ്ഞു, ഇന്നത്തോടെ നിന്റെ സങ്കടങ്ങൾ അവസാനിക്കും. ഇപ്പോൾ നീ പൊയ്ക്കൊള്ളൂ. കാള ഉടൻ തന്നെ വണ്ടിയും വലിച്ചുകൊണ്ട് മുൻപോട്ട് പോവുകയും ചെയ്തു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന മജിസ്ട്രേറ്റ് എന്താണ് ഇതിൻ്റെ രഹസ്യം എന്ന് ചോദിച്ചു. സ്വാമി അയാളോട് പറഞ്ഞു, നിങ്ങളുടെ പിതാവ് വളരെ കഷ്ടപ്പെട്ടും കടം വാങ്ങിയുമൊക്കെയാണ് നിങ്ങളെ പഠിപ്പിച്ചത്. ആ കാളവണ്ടിയുടെ ഉടമസ്ഥനോടാണ് അദ്ദേഹം കടം വാങ്ങിയത്. ആ കടം വീട്ടുന്നതിന് മുൻപ് അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു. നിങ്ങൾ ആ കടം വീട്ടിയിട്ടില്ല. നിങ്ങളുടെ പിതാവ് കാളയായി ജനിച്ച് വണ്ടി വലിച്ച് കടം തീർക്കുകയാണ്. ഇത് കേട്ടപാടെ മജിസ്ട്രേറ്റ് വിലപിച്ചുകൊണ്ട് പണം കാളവണ്ടിയുടെ ഉടമസ്ഥന് കൊണ്ടുപോയി കൊടുത്തു. അന്ന് തന്നെ ആ കാള ചത്തുപോവുകയും ചെയ്തു. മറ്റൊരിക്കൽ ചട്ടമ്പിസ്വാമിയുടെ ധനികനായ ഒരു സുഹൃത്ത് സ്വാമിയെ ഒരു ദിവസം തൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. സ്വാമി പറഞ്ഞു, എൻ്റെ കൂടെ ഒരു 40 പേരും കൂടെ വരും. അവർക്കും ഭക്ഷണം കൊടുക്കാമോ? കൊടുക്കാമല്ലോ എന്ന് സുഹൃത്തും പറഞ്ഞു. അയാൾ ചിന്തിച്ചു, 41 പേർക്ക് സദ്യ ഒരുക്കണം. എന്നാൽ ചില ബന്ധുമിത്രാദികളെയും വിളിച്ചു കളയാം. അയാൾ അങ്ങനെ മറ്റു പലരെയും ക്ഷണിച്ചു. സ്വാമിയെയും അറിയിച്ച് സദ്യ ഒരുക്കി. നിശ്ചിത ദിവസം ഉച്ചയായപ്പോൾ സ്വാമി വന്നു. മറ്റ് ക്ഷണിക്കപ്പെട്ടവരും വന്നിരുന്നു. സ്വാമി ധനിച്ചു വന്നത് കണ്ട് ഗൃഹനാഥൻ, അങ്ങ് പറഞ്ഞ 40 പേരെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. സ്വാമി അയാളോട് 40 പേർക്കുള്ള ഇല ഇട്ട് ഭക്ഷണം വിളമ്പിക്കുള്ളൂ. വീടിൻ്റെ പടിവാതിൽ തുറന്നിടുകയും ചെയ്യൂ. അവർ ഇപ്പോൾ വരും. ഗൃഹനാഥൻ അങ്ങനെ ചെയ്തു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കൃത്യം 40 നായ്ക്കൾ പടി കടന്ന് അകത്തു വന്ന് വിളമ്പി വച്ചിരിക്കുന്ന ഭക്ഷണം കഴിക്കാനും തുടങ്ങി. ഒരു ബഹളവും ഉണ്ടാക്കാതെ അവ ഭക്ഷണം കഴിച്ച് ഇറങ്ങിപ്പോവുകയും ചെയ്തു. അത്ഭുതത്തോടെ ഇതെല്ലാം കണ്ടു നിന്ന ഗൃഹസ്ഥൻ എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചപ്പോൾ സ്വാമി പറഞ്ഞു, ആ നായ്ക്കൾ കഴിഞ്ഞ ജന്മത്തിൽ സർക്കാരിൽ ഉദ്യോഗസ്ഥന്മാരായിരുന്നു. ആ കാലത്ത് അവർ കൈക്കൂലി വാങ്ങുകയും അഴിമതി പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഇപ്പോൾ നായ്ക്കളായി ജനിച്ച് എച്ചിലിനായി കടിപിടി കൂടുന്നു. നമസ്കാരം.